കൊച്ചിയിൽ ജപ്തി ഭീഷണിയിൽ മനം നൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തതായി പരാതി. കുറുമശ്ശേരി സ്വദേശി മധു മോഹനാണ് മരിച്ചത്. കേരള ബാങ്കിൽ നിന്നും മധു മോഹൻ 21 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. ബാങ്കിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായ ജപ്തി ഭീഷണി വന്നതായി ബന്ധുക്കളുടെ ആരോപണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയെ ചേരുന്നു. സഹിൻ, എന്തൊക്കെയാണ് ബന്ധുക്കൾ ബാങ്കിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? അഖില, ഇന്ന് ഉച്ചയോടുകൂടിയാണ് കുറുമശ്ശേരി സ്വദേശിയായിട്ടുള്ള മധു മോഹൻ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം തൂങ്ങി മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണകാരണമായ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നതാവട്ടെ, കേരള ബാങ്ക് ജപ്തി ഭീഷണിയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ്. കാരണം വീട് വയ്ക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിലെ കുറുമശ്ശേരിയിലെ കേരള ബാങ്കിൽ നിന്നും 21 ലക്ഷം രൂപയായിരുന്നു അദ്ദേഹം 8 വർഷം മുൻപ് ലോൺ എടുത്തിരുന്നത്. ആ സമയത്ത് ഈ മധുമോഹന് ദുബായിലായിരുന്നു, ഗൾഫിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. എന്നാൽ കൊറോണ ആയതോടുകൂടി അദ്ദേഹം തിരികെ നാട്ടിലേക്ക് വരികയായിരുന്നു. പിന്നീട് ഇവിടെ ടാക്സി ഡ്രൈവറായി ജോലിയെടുത്ത് വരികയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തന്റെ ലോൺ ഒരു വലിയ രീതിയിൽ തന്നെ തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി കേരള ബാങ്ക് ജപ്തി നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതിനിടയിൽ വീട് വിൽക്കുന്നതിനായി അദ്ദേഹം ചില ആളുകളെല്ലാം വീട് കൊണ്ടുവന്ന് കാണിക്കുകയും ആ ആളുകൾ വീട് വാങ്ങാൻ സമയം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ 30-ാം തീയതി വരെയായിരുന്നു സമയം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ബാങ്ക് ഈ കാലാവധി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പരാതിയായി പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കാരണം ബാങ്ക് ഇന്ന് വൈകുന്നേരത്തോടെ അദ്ദേഹത്തിന്റെ വീട് സീൽ ചെയ്യുമെന്നും പോലീസുകാരുമായി എത്തി വീട് സീൽ ചെയ്യുമെന്നും അവിടെ നിന്നും അദ്ദേഹം ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്നുമെല്ലാം ഭീഷണിപ്പെടുത്തിയതായാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നാളെ രാവിലെ 11 മണിക്ക് നടക്കുകയും 11 മണിക്ക് ആലുവയിലെ സെമിനാരിപ്പടിയിലെ NSS ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ബാങ്കിനെതിരെ പരാതിയും കോടതിയിൽ നൽകിയിട്ടുണ്ട്. അഖില, ശരി, കൊച്ചിയിൽ ജപ്തി ഭീഷണിയിൽ മനംനൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കേരള ബാങ്കിനെതിരെയാണ് കുടുംബം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.